കഴിഞ്ഞ ഓണ ദിവസം റിപ്പോർട്ടർ ചാനൽ ഡോക്ടർ അരുൺകുമാറുമായിട്ടുള്ള ഒരു സംഭാഷണത്തിൽ ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കൂടുതൽ ഗവേഷണം നടത്തി ഞാൻ പറഞ്ഞത് തെറ്റുണ്ടോ ശരിയുണ്ടോ എന്തൊക്കെയാണെന്നതിലെ കാര്യം നിങ്ങൾ കണ്ടെത്താം. ഇത് തികച്ചും എൻ്റെ ഒരു സ്വകാര്യ സന്ദർശനമാണ്. 20-ാം തീയതി നമ്മുടെ മുൻ ചീഫ് സെക്രട്ടറി, ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി, അവരുടെ മകളുടെ വിവാഹമാണ് ചെന്നൈ. ആ വിവാഹത്തിൽ പങ്കെടുക്കാൻ ഞാൻ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുടുംബസമേതം ഇവിടെ വന്നത്. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് കണ്ണൂരിലേക്ക് പോകും. ഈ കന്യാസാർഥ്യത്തെ മാറ്റുന്നതിന് വേണ്ടി പാർട്ടി വിശദീകരിച്ച കാരണങ്ങളുണ്ടല്ലോ, അത് ജയരാജന്റെ ബോധ്യപ്പെട്ട കാരണങ്ങളാണ്. ആ ചോദ്യങ്ങൾക്കൊന്നും ഇപ്പോൾ പ്രസക്തിയില്ല. നിങ്ങൾ മാധ്യമപ്രവർത്തകരാണ്, വളരെ സമർത്ഥരാണ്. കാര്യങ്ങൾ കണ്ടെത്താൻ അതീവ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്നവരാണ്. ആ ദൗത്യം നിങ്ങൾ നിർവഹിച്ചുകൊള്ളുക. ഞാൻ പ്രത്യേകിച്ച് ഇപ്പോഴൊന്നും എൻ്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിഷയം പരാമർശിക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയും. അത് ഒരു സമയം വരുമ്പോൾ നിങ്ങളെ വിളിച്ചു ചേർത്ത് കൊണ്ടത് നിങ്ങളോട് കാര്യം പറയാനുള്ള കാര്യങ്ങൾ അപ്പോൾ പറയും. ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാൻ. ഞാൻ CM-നെ കാണാറുണ്ട്. CM-നെ മാത്രമല്ലല്ലോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ എത്ര ആളുകളെ കണ്ടുകൊണ്ടിരിക്കുന്നു. CM അതിലൊരു VIP ആണ്. ഞാൻ ഡൽഹിയിൽ സീതാറാം യെച്ചൂരി, അദ്ദേഹവും ഞാനും തമ്മിലൊരു 10-44 വർഷക്കാലത്ത് അടുത്ത ബന്ധം. 1980-ൽ DYFI പ്രസിഡൻ്റായ കാലത്തിന് മുൻപ് തന്നെ അദ്ദേഹവും ഞാനും തമ്മിൽ ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഞങ്ങളൊരു വിദേശ പ്രതിസംഘത്തിൽ മരിച്ചുപോയ ബുദ്ധദേവ് ഭട്ടാചാര്യ, ഞാൻ, സീതാറാം, നേപ്പാൾ ദേവ്, അന്നത്തെ SFIയുടെ ഓൾ ഇന്ത്യ സെക്രട്ടറി, ഞങ്ങൾ 4 പേര് ഡൽഹിയിൽ നിന്ന് മോസ്കോവിലേക്കും പിന്നെ മോസ്കോവിൽ നിന്ന് ഒരു 2 ആഴ്ചക്കാലം ഒന്നിച്ച് ജീവിച്ച് ഒന്നിച്ച് നടന്നിട്ടുള്ളവരാണ്. അന്ന് മുതലുള്ള ഞങ്ങളുടെ ആ ഏറ്റവും അടുത്ത സാഹോദര്യവും സൗഹൃദ ബന്ധവും സഖാവെന്നുള്ള നിലയിലുള്ള ബന്ധങ്ങളും അദ്ദേഹത്തിൻ്റെ മരണം വരെ കാത്തുസൂക്ഷിച്ചു. അദ്ദേഹം മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു ദുഃഖവും വേദനയും ഉണ്ടായി. അദ്ദേഹത്തിന് അസുഖം ബാധിച്ച് എയിംസിൽ പ്രവേശിപ്പിക്കപ്പെട്ടപ്പോൾ തന്നെ അവിടെ എത്താൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അവിടെ ആരെയും പ്രവേശിപ്പിക്കുന്നില്ല, കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ നേരെ തിരിച്ച് ആ യാത്ര മാറ്റിവെക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ എത്രയും പെട്ടെന്ന് അവിടെ എത്തുക എന്നുള്ളതാണ്, അദ്ദേഹത്തെ കാണുക എന്നുള്ളതാണ്. അന്ന് വൈകുന്നേരം 3 മണിക്കാണ് ഈ വാർത്ത വരുന്നത്. മാധ്യമത്തിലാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ തൊട്ടടുത്ത ദിവസം തന്നെ ഇത് AKG ഭവനിൽ കൊണ്ടുവരും, അവിടെ പൊതുദർശനമുണ്ടാകും. അതിനുശേഷമാണ് മറ്റു കാര്യങ്ങൾ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഡൽഹിയിലേക്ക് എത്തുക എന്നുള്ളത് നോക്കിയപ്പോൾ അന്ന് കേരളത്തിൽ നിന്ന് കോഴിക്കോട് നിന്ന് മാത്രമേ ഫ്ലൈറ്റുള്ളൂ, രാത്രി 10:30. ഞാൻ അതുവരെ കഴിഞ്ഞ 2 വർഷക്കാലമായി യാത്ര ചെയ്യാതിരുന്ന ഇൻഡിഗോ ഫ്ലൈറ്റ് മാത്രമേ ഉള്ളൂ. ഞാൻ ആ കാര്യങ്ങൾക്ക്, ആ സമരം അന്ന് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. നേരെ കോഴിക്കോടേക്ക് ട്രെയിനിൽ വന്ന്, ട്രെയിനിൽ നിന്ന് ഞാൻ 10:30 കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് 10:30 ഫ്ലൈറ്റിൽ, അതാണ് എനിക്ക് തോന്നുന്നു 1 മണി 2 മണിയായിട്ടാണ് ഡൽഹിയിലെത്തി. പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ ആ പരിപാടികളൊക്കെ വന്നപ്പോൾ അന്ന് വൈകുന്നേരം 6 മണിക്ക് മാത്രമേ AKG ഭവനിലേക്ക് ബോഡി എത്തൂ. അതുകൊണ്ട് ഞാൻ അവിടെ നിന്നു. പിറ്റേ ദിവസം അന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും കുടുംബാംഗങ്ങളെയും എല്ലാം കണ്ട്. എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊള്ളാം. ഇപ്പോഴെനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യവും പറയാനില്ല. പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാനല്ല. പൊതുസമൂഹത്തിൽ BJP നേതാവിനെ കണ്ടതിന് കുറ്റാരോപിതരായി LDF കൺവീനറെ പുറത്തുപോയി നിൽക്കാൻ വേണ്ടി, അതുകൊണ്ട് അങ്ങനെ കുറ്റക്കാരനായി പൊതുസമൂഹത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ആവർത്തിച്ച് ഞാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും നേടാൻ ആഗ്രഹിക്കുന്നില്ല.
ഞാൻ എൻ്റെ ജീവിതവും എല്ലാ കാര്യങ്ങളും ഈ നാടിൻ്റെ മുമ്പിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു തുറന്ന പുസ്തകമാണ്. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം. മാധ്യമക്കാർക്കും ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല നിശ്ചയമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അന്വേഷിച്ച് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ പറയുക. ഞാൻ പറഞ്ഞ് അത് പ്രസിദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ജാവദേക്കർ കണ്ട കാര്യം താങ്കൾ നൽകിയ വിശദീകരണം പാർട്ടി അംഗീകരിച്ചില്ലെന്നുള്ള അർത്ഥം അത് നിങ്ങൾ ബന്ധപ്പെട്ട പാർട്ടി നേതാക്കളോട് ചോദിക്കുക. പക്ഷെ ഞാൻ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല, കഴിഞ്ഞ ഓണ ദിവസം റിപ്പോർട്ടർ ചാനൽ ഡോക്ടർ അരുൺകുമാറുമായിട്ടുള്ള ഒരു സംഭാഷണത്തിൽ ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കൂടുതൽ ഗവേഷണം നടത്തി ഞാൻ പറഞ്ഞത് തെറ്റുണ്ടോ ശരിയുണ്ടോ എന്തൊക്കെയാണെന്നതിലെ കാര്യം നിങ്ങൾ കണ്ടെത്താം. ഞാൻ ഇന്ന് പോകുന്നത് എൻ്റെ മകൻ ഇവിടെ ആക്കുളത്ത് താമസിക്കുന്നുണ്ട്. മകൻ്റെ വീട്ടിലേക്കാണ്. അല്ല, ഇനിയും ദിവസങ്ങൾ കുറേ ഉണ്ടല്ലോ. മനുഷ്യനില്ലേ, കുറേ ദിവസങ്ങളുണ്ട്. ഞാൻ ഇത്തരം ഒരു കാര്യങ്ങളെക്കുറിച്ചും പാർട്ടിക്ക് ദോഷമുണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും ഞാൻ പറയില്ല. എനിക്ക് നിങ്ങളോട് ജനങ്ങളാണ് എൻ്റെ മുമ്പിലുള്ള ശക്തി. ആ ജനങ്ങളോടാണ് എനിക്ക് ബാധ്യത. ആ ജനങ്ങളോടാണ് ഞാൻ പറയുക. അത് നിങ്ങൾക്ക് ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾ നല്ല പ്രതിഭാശാലികളായ നല്ല ചിന്താശക്തിയുള്ള കഴിവുള്ള പത്രപ്രവർത്തകരാണ്. ഗവേഷക താല്പര്യമുള്ളതാണ്. നിങ്ങളിപ്പോൾ പല കാര്യങ്ങളും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണല്ലോ. നിങ്ങൾ അന്വേഷിക്കുക, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയുക. ഞാൻ പറഞ്ഞ കാര്യം പ്രക്ഷേപണം ചെയ്യുന്ന ഒരു വേദിയാക്കി ഇത്തരം വിഷയങ്ങൾ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കേരളത്തിൽ പൊതുവെ തീവ്രവാദ സംഘടനകളെ നല്ലതുപോലെ നിരീക്ഷിച്ച് നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇവിടെ ഉള്ളത്. യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ തീവ്രവാദ പ്രവർത്തനം അസാധ്യമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ തീവ്രവാദ സംഘടനകൾ അവരുടെ ഒരു ശത്രുവെ പോലെ കാണുന്നതാണ് ഇവിടുത്തെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഇവിടെയുള്ള ഇടതുപക്ഷങ്ങളും. എൻ്റെ ഒരു അനുഭവം അതാണ്. പലർക്കും വ്യത്യസ്തമായ അനുഭവങ്ങളോ കാര്യങ്ങളോ ഉണ്ടായേക്കാം. ആ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ രേഖപ്പെടുത്തുന്നത് അവരുടെ അനുഭവ കാര്യങ്ങളാണ്. ഞാൻ മനസ്സിലാക്കുന്നത് കേരളമാണ് ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് കടന്നു വരാൻ കഴിയാത്ത ഒരു സംസ്ഥാനം. ഇവിടെ മതസാഹോദര്യവും സന്തോഷവും സംതൃപ്തിയും ജനങ്ങൾക്കുണ്ടാക്കാൻ അതീവ ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്റുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ ജനവിഭാഗങ്ങളും ജാതിമത ഭേദമില്ലാതെ എല്ലാവരും ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്നുണ്ട്. ഒരു തീവ്രവാദ പ്രവർത്തനങ്ങളും ഈ കേരളത്തിൽ ഈ ഗവൺമെൻറ് അനുവദിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഒരുപാട് വേദനയും ദുഃഖങ്ങളൊക്കെ അനുഭവിച്ച് വളർന്നു വന്ന ഒരാളാണ്. തീക്ഷ്ണമായ പരീക്ഷണങ്ങൾ നേരിട്ട് കടന്നു വന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഒരു പുതുമയല്ല. അതിലൂടെ വളർന്നു വന്നിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് ഇപ്പോഴൊരു പ്രശ്നവും എൻ്റെ മുമ്പിലില്ല. വളരെ സന്തോഷവും സംതൃപ്തിയേ ഉള്ളൂ. ആ സന്തോഷത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്നു. അതിൽ നിങ്ങളുടെ എല്ലാം സഹായങ്ങളും സഹകരണങ്ങളും എന്നും നന്ദിയുണ്ടാകും എന്ന് ഇപ്പോഴെനിക്ക് പറയാനുള്ളൂ.